ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ദേവാലയത്തിൽ സക്രാരിയും തിരുവസ്ത്രങ്ങളും അടക്കം ദേവാലയത്തിലെ സകല വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു. കവർച്ചയെ തുടർന്ന് ദേവാലയം അടച്ചുപൂട്ടുകയുണ്ടായി. സക്രാരിയും തിരുവസ്ത്രങ്ങളുമടക്കം ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന സകല വസ്തുക്കളും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ദേവാലയത്തിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടു. കവർച്ചയെ തുടർന്ന് ദേവാലയം അടച്ചു. ജൂൺ 30 നടന്ന കവർച്ചയിൽ DRCയിലെ ലൂംബുംബാഷി കത്തോലിക്ക അതിരൂപതയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ഇടവക ദേവാലയത്തിലെ സകല വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടതായി അതിരൂപത സ്ഥിരീകരിച്ചു. മോഷ്ടാക്കൾ അലമാര കാലിയാക്കി. ആരാധനാ വസ്ത്രങ്ങൾ, കുരിശുകൾ, അൾത്താരത്തുണി, മിക്സർ, ഡ്രമ്മുകൾ, മൈക്രോഫോണുകൾ, ആരാധനാ പുസ്തകങ്ങൾ, ചുരുക്കത്തിൽ എല്ലാം കവർച്ച ചെയ്തതായി അതിരൂപത വികാരി ജനറൽ ഫാദർ ഇമ്മാനുവേൽ മുംബെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ദേവാലയത്തെയോ ഇടവകയോ അല്ല അവർ ആക്രമിച്ചതെന്നും ക്രിസ്തുവിന്റെ ശരീരത്തെയാണ് അവർ ആക്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സക്രാരിയും ദിവ്യബലിയുടെ പുസ്തകങ്ങളും ഉൾപ്പെടെ സകലതും അക്രമികൾ നശിപ്പിച്ചതായി ഇടവക വികാരി ഫാദർ ലുസയാൻ കബൂലോ മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയുമായി ഒരു ഭൂമി തർക്കത്തിലേർപ്പെട്ട വ്യക്തികളാണ് ഈ അക്രമത്തിന് പിന്നിലെന്നും പോലീസും നീതിന്യായ വകുപ്പും നീതി നടപ്പാക്കണമെന്നും ഫാദർ മുംബെ ആവശ്യപ്പെട്ടു. ദേവാലയം അശുദ്ധമാക്കിയ സാഹചര്യത്തിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വെഞ്ചരിക്കുന്നതുവരെ ദേവാലയം വീണ്ടും തുറക്കില്ലെന്ന് വികാരി ജനറൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷികൈന ന്യൂസ്.